അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ, എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ശിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്. ജമാഅത്തെ ഇസ്ലാമി തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുന്നത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനോ? നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സോഷ്യൽ ആക്ടിവിസ്റ്റായ അഫ്സൽ കയ്യങ്കോടിന്റെ സമൂഹ മാധ്യമത്തിലെ കുറിപ്പ്. ജമാഅത്തെ ഇസ്ലാമി പല രാജ്യത്തും ഭീകര സംഘടനാ സ്വഭാവം പുലർത്തുന്ന ഇസ്ലാമിക ഓർഗനൈസേഷനാണ്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടി എന്നും ലക്ഷ്യം ഇസ്ലാമിക രാജ്യമെന്നും മുൻപ് CPM വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം BJP നേതാവ് K സുരേന്ദ്രനും കടുത്ത വിമർശനം നടത്തിയിരുന്നു. ഇപ്പോൾ അഫ്സൽ കയ്യങ്കോട് ആകട്ടെ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് അവരുടെ ജനാധിപത്യ രീതിയിലെ തിരഞ്ഞെടുപ്പിനോടുള്ള നിലപാട് മാറ്റിയതെന്ന് ചോദിക്കുന്നു. ഇസ്ലാമിക വിരുദ്ധമായ ഒരു ഭരണമോ ഇസ്ലാം രീതിയിലുള്ള സർക്കാരോ അല്ലാത്ത പക്ഷം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും സഹകരിക്കുന്നതും അനിസ്ലാമികം എന്ന് ജമാഅത്തിന്റെ പ്രഭാഷകൻ മുൻപ് നടത്തിയ പ്രസംഗവും അഫ്സൽ കയ്യങ്കോട് ഉന്നയിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിന്റെ ഭാഗം കേൾക്കാം. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ കേട്ടോളൂ, ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാം 27 വർഷം എന്നതാണ് ഉദ്ധരിച്ചത്. നമ്മളെ സാക്ഷാൽ മുജാഹിദുകളുടെ പത്രം. എന്താ സംഭവം? അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ, എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ശിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്. നിങ്ങൾ പറഞ്ഞോളൂ. അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിനെതിരാണ്, അനനുവദനീയമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അഫ്സൽ കയ്യങ്കോടിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം തിരുത്തിയോ? ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി പ്രവർത്തകരോടും നേതാക്കളോടും ചോദിക്കട്ടെ. നിങ്ങളുടെ നേതാവ് ഷൈഖ് മുഹമ്മദ് കാരാക്കുന്നിന്റെ പ്രസംഗമാണിത്. ഇതിൽ പറയുന്നു, ദേവേതര ഭരണ വ്യവസ്ഥയ്ക്ക് കീഴിൽ ദേവേതര ഭരണ വ്യവസ്ഥ നടത്തേണ്ടതിനായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോകുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ചോദിക്കട്ടെ, ജമാഅത്തെ വെൽഫെയർ ടീമിനോട്, ഇപ്പോൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വോട്ട് ചെയ്യുന്നതും ഇസ്ലാമിക വ്യവസ്ഥ നടപ്പിലാക്കുന്നതിനാണോ? LDF UDFന് നിങ്ങൾ മാറി മാറി ഇടയ്ക്കിടയ്ക്ക് പിന്തുണ നൽകി വോട്ട് ചെയ്യുന്നത് തഗൂതി ജാഹിലിയോ വ്യവസ്ഥയ്ക്ക് എതിരെയാണോ? നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയിലെ ഗ്യാസും കുറ്റി ചിഹ്നത്തിൽ ജാനകിയും ജോസഫും ഒക്കെ മത്സരിക്കുന്നത് അനിസ്ലാമിക ജാഹിലിയ വ്യവസ്ഥ നടപ്പിലാക്കാതിരിക്കുവാനും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച ലക്ഷ്യം വെച്ചോ ആണോ? കേരളത്തിലെ ഒറ്റപ്പെട്ട വാർഡുകളിൽ LDF പിന്തുണയോടെ വെൽഫെയർ ജമാഅത്തെ ഇസ്ലാമി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ടല്ലോ. ആ വാർഡിൽ ഇസ്ലാമിക ഭരണമാണോ നടത്തുന്നത്? അനിസ്ലാമിക ഭരണ നിയമ വ്യവസ്ഥ പാലിക്കുന്നത് ഷിർക്കല്ലേ ജമാഅത്തെ വാദപ്രകാരം? മറുപടി പറയുമോ? ഒരാളുടെ ദീൻ പൂർത്തിയാവണം എങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന വികലവാദം നിങ്ങൾ തിരുത്തിയോ? മതരാഷ്ട്രവാദം എന്ന ആശയത്തെ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ നോക്കിക്കാണുന്നത്? മതരാഷ്ട്രവാദത്തിന്റെ പിന്തുണ സ്വീകരിക്കുന്നത് വഴി ഉണ്ടാവാനിരിക്കുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് മതേതര പാർട്ടികൾ ചിന്തിക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ ജമാഅത്തും വെൽഫെയറും ചേർന്നാൽ തന്നെ കേവലം 1% താഴെ വോട്ട് മാത്രമേ അവർക്കുള്ളൂ. തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് കരുതുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് കൂടെ നിന്നുകൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുടെ നയത്തെ തിരിച്ചറിയുകയും മതരാഷ്ട്രവാദം നമ്മുടെ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷവുമായി യോജിച്ചു പോകുന്നില്ല എന്ന തിരിച്ചറിവ് സെക്യുലർ സംഘടനകൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.